മൂന്നാളെയും ചർച്ചയ്ക്ക് ഇരുത്തി നിങ്ങളെ ആങ്കറിംഗും ചെയ്തിട്ട് എന്നെ പറയാൻ അനുവദിക്കില്ല, പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ശ്രീ റിയാസ് താങ്കൾ അതുകൊണ്ട് അങ്ങനെ ആക്ഷേപിക്കരുത്. പറ്റിയ മൂന്നാളെന്ന് വെച്ചാൽ അത് ഗുണമാണ്. പറ്റിയ നാലാമത്തെ ആളാണ് താങ്കൾ. അപ്പൊ നമുക്കിനി താമസിപ്പിക്കേണ്ട തുടങ്ങല്ലേ? എല്ലാവരും ഒന്ന് സഹകരിക്കണം. നാലാമത്തെ ആളാണ് താങ്കൾ. ഈ മൂന്നാളുടെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് ഒരു സാമ്പാർ പോലത്തെ എല്ലാ കഷ്ണവും ഉണ്ട് പറ്റിയത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഷ്ണങ്ങളുണ്ട്. ഒരു സെക്കൻഡ്, നീ എന്റെ തോളായിരുന്നോണ്ട് ചെവി നിന്നുണ്ട്. വെറുതെ സമയം കളയണ്ട. അതുകൊണ്ടല്ല, കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തിനു ഒരു ഇളവക്കം? സമയം കളയേണ്ട അയ്യപ്പദാസ്. ഞാൻ പറയട്ടെ അയ്യപ്പദാസിന് ഇഷ്ടമുള്ള മാത്രം പറയാനാണ് ഞാൻ പിന്നെ എന്തിനാണ് താങ്കൾ ഈ ചോദ്യത്തിലേക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങൾ, അതേന്ന് ബാസ്കറ്റ് ബോൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ്? താങ്കൾ നേരിട്ട് ഉത്തരം പറഞ്ഞാൽ വേണ്ട, വിളിക്കണ്ട, ഉള്ള പല്ലോട് താഴെ പോവും. ഉച്ചയ്ക്ക് ഞണ്ണണ്ടേ? പിന്നെ ആദ്യം സാമ്പാർ, ശ്രീ റിയാസ്, ആ സാമ്പാറിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ ഒരു ചട്ടുകമായിട്ടാണ് താങ്കളെ ക്ഷണിച്ചതെന്ന് കരുതിയാൽ മതി. പക്ഷെ പെർഫോമൻസ് കണ്ടപ്പോൾ ഈർക്കിലിയായി പോയി. എന്ത് ചെയ്യും? സാമ്പാർ അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോ പിന്നീട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് ആത്മനിർവൃതി അടയാം, അത്രമാത്രം. ശ്രീജിത്തിന് എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കും. എന്തൊരു താഴ്മ! കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ച വ്യക്തിയാണ് ശ്രീജിത്ത്. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. മുല്ലപ്പള്ളി രാമേന്ദ്രനല്ലോ വിളിച്ചത്? ഞാനല്ല, ഞാൻ പറഞ്ഞില്ലേ താങ്കൾക്ക് രാഷ്ട്രീയ അജ്ഞതയാണ്. മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് വിളിച്ചത്. അതെ, എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അതെ, പൂർത്തീകരിക്കട്ടെ. ഞാൻ പൂർത്തീകരിക്കട്ടെ. ആ പറഞ്ഞതിന് തിരിച്ച് ഞാൻ പറയാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കൊറോണ വൈറസിന് ആരെങ്കിലും കൈകൊണ്ട് തൊടുവോ? തൊടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ശ്രീജിത്തിനെതിരെ ഇപ്പൊ തൽക്കാലം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലാക്കാം? ജീവിതത്തിൽ വളിച്ചതും കൈപ്പേറിയതും ഇനിയും ബാക്കിയുണ്ട്. എനിക്ക് മറുപടിയില്ല, കാരണം കൊറോണയെ നമ്മൾ കൈകൊണ്ട് തൊടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് ശാസ്ത്രത്തിലുള്ള ജ്ഞാനവും കുറവാണ് എന്നാണ് കാണിക്കുന്നത്. കൊറോണയെ നമുക്ക് കാണാൻ കഴിയില്ല, അതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് തൊടാനും കഴിയില്ല. അപ്പൊ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യരുതെങ്കിൽ നമ്മൾ മാസ്ക് വെക്കണം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നമ്മൾ ശുദ്ധമായിരിക്കണം, നമ്മൾ കൃത്യമായിട്ടുള്ള അകലം പാലിക്കണം. ഇത് ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ മര്യാദക്കിരുന്നാൽ ഈ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. അതിന് ശ്രീ ആനത്തലവട്ട ആനന്ദനെ പോലെ വളരെ മാന്യതയോടുകൂടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ നോക്കിയാൽ അവരെ കൊറോണ ബാധിക്കാറില്ല. മ്യൂസിക് പിന്നെ ഒപ്പം അദ്ദേഹം തെറ്റായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു. അത് വീണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജ്ഞതയെ കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ചു എന്നാണ്. അങ്ങനെ വിളിച്ചതും വിവാദമുണ്ടാക്കിയതും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. കോവിഡ് റാണി എന്നും റോക്ക് സ്റ്റാർ എന്നും അദ്ദേഹമാണ് വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അതൊരു വിവാദമാക്കേണ്ട പദമാണോ? അദ്ദേഹം എന്തായാലും പരനാറി എന്നോ നികൃഷ്ടജീവി എന്നോ കുലംകുത്തി എന്നൊന്നും അല്ലല്ലോ വിളിച്ചത്. അപ്പൊ സന്തോഷിച്ചാട്ടെ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഈ തെരുവിലെ ചില നായ്ക്കളുണ്ട്. ആ വിഷനായ്ക്കളെ പോലെ കടിച്ചു കയറാൻ വരുന്നവരോട് തിരിച്ച് അതേ നിലപാടെടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതെ ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. നിങ്ങളുടെ സംസ്കാരം, അതെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സംസ്കാരം എന്താണ്, നിങ്ങളുടെ രീതി എന്താണെന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതെ പറഞ്ഞു. അതുകൊണ്ട് തെരുവിലെ വിഷനായിയോട് കടിപിടി കൂടാൻ ഞാനില്ല. ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങിന്റെ സാധനങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ? അതുകൊണ്ട് ഈ മുതലിനെ ഞങ്ങളെ